ഇത് നമ്മുടെ ഇവിടെ വെക്കൂല കേട്ടോ, നമ്മുടെ ഈ കേരളത്തിൽ വെക്കൂല. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് വെള്ളപ്പയർ പുളിയാണ്. ഉമ്മാൻ്റെ ഒരു സ്പെഷ്യലാണ്. ഉമ്മ ഉണ്ടാക്കുന്നതിൽ ഇക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡാണത്. അപ്പം എന്തായാലും എനിക്കൊന്ന് പഠിപ്പിച്ചു തരാന്നുള്ള രീതിയിലാണ് വെക്കുന്നത്. അഥവാ ഞാൻ മരിച്ചു വെച്ചാലും പുലിക്ക് വെള്ളപ്പയർ പുളി വെക്കാലോ. അപ്പം എന്തായാലും എനിക്ക് പഠിപ്പിക്കും. ഞാൻ പഠിക്കുന്നതോടൊപ്പം നിങ്ങൾക്കും അത് ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചപ്പോൾ ഒരു നാടൻ റെസിപ്പിയാണ്. അപ്പം അതിനെന്തൊക്കെ വേണ്ടത് എന്നുള്ളത് ഉമ്മ പറഞ്ഞുതരും. ആദ്യം വെള്ളപ്പയർ ഇതിങ്ങനെ ഇടാൻ പറ്റൂല കേട്ടോ. ഇത് നമ്മൾ ചട്ടി വെച്ച് ചട്ടി ചൂടായി ഇതായിരിക്കും ഇട്ട് ഇങ്ങോട്ട് കുറച്ച് വെളിച്ചെണ്ണ വാർന്നിട്ട് നല്ലോണം വാർത്ത് ചോക്കണം. അത് കഴിഞ്ഞ് 3 ഫിസിലടിച്ചിട്ട് പിന്നെ നമുക്ക് പുളി വാരണം. പുളി വാർന്നിട്ട് പിന്നെ മുളക് പൊടി 2 സ്പൂണ്, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 3 സ്പൂണ് മല്ലിപ്പൊടി അത് ഇടുക. പിന്നെ തക്കാളി, ചെറിയ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളിയാണ് ചെയ്യുന്നത്. എന്താ വെച്ചാൽ വെള്ളപ്പയർ ഗ്യാസാണ്, അപ്പോൾ ഗ്യാസ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊക്കെ ഇട്ടിട്ട് 3 ഫിസിൽ പിന്നെ അടിച്ചിട്ട് നമ്മളത് വാങ്ങിയിട്ട് എടുത്ത് അതിൽ പച്ച വെളിച്ചെണ്ണ വാരുക. വേറെ ഒരു പണിയില്ല ഇതിൽ. ഏകദേശം ഒരു 3 മിനിറ്റ് കൊണ്ട് കൂട്ടാനാക്കാം. അത് നമ്മൾ വെള്ളപ്പയർ എടുക്കുക, എന്നിട്ടത് വറക്കുക. വെളിച്ചെണ്ണ വാർന്നിട്ട് വറക്കണം. എന്നിട്ട് ചുവപ്പ് ഒരു കളറ് വന്നാൽ നമുക്കത് കുക്കറിൽ ഇട്ടിട്ട് 3 ഫിസിലടിക്കും. ആ ഫിസിലിൽ അത് വേവും. എണ്ണ വാരണ എന്തിനാണെന്നറിയോ? വേഗം വേകാൻ. മറ്റേ നമ്മളത് എണ്ണ വാരാതെ ഇരുന്നാൽ ബലം വെച്ച് നിൽക്കും. അപ്പോൾ ഈ കറി നമ്മൾ മുന്നേ ഇവിടെ വെച്ചിട്ടുണ്ട്, വീഡിയോ എടുത്തിട്ടില്ല എന്നുള്ളൂ. നല്ല അടിപൊളി കറിയാണ് കേട്ടോ. നമ്മളെ ചോറുക്കൊക്കെ പറ്റിയ നല്ലൊരു കുറച്ച് സാധനങ്ങൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. അധികം പൈസ വേണ്ട. നമുക്ക് പുളി വാർന്നിട്ട് വെള്ളപ്പയർ പുളി, പിന്നെ തേങ്ങ അരച്ചിട്ട് നമ്മൾ കത്തിരിക്കായ്, വഴുതനങ്ങ അല്ല, കത്തിരിക്കായും വെള്ളപ്പയറും തേങ്ങ അരച്ചിട്ട് അതിൽ പെരിഞ്ചീരകം ഇട്ടിട്ട് അരച്ചാൽ അത് ഇതിലും നല്ല സൂപ്പറായിരിക്കും. ഒരു ദിവസം വരും. അത് നമ്മൾ എന്താ വെച്ചാൽ പിന്നെ വെറും ചെറുപയറും തേങ്ങയും അരച്ചിട്ടൊരുണ്ട്. അത് നമ്മൾ പത്തിരിയിൽ കട്ടിടുക. അത് നമുക്ക് ചോറിലേക്ക് വല്ലാണ്ട് ആയില്ല എന്ന് വെച്ചാൽ അതിൽ പുളി പാരൂലല്ലോ. അതിൽ വെറും തക്കാളി ഇട്ടിട്ട് നമ്മൾ വെള്ളപ്പയർ തേങ്ങ അരച്ച് വെക്കും. അത് പത്തിരിയിലൊക്കെ സൂപ്പറാണ്. ഈ പുളിയിട്ട് ഉണ്ടാക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. മറ്റേ നമ്മൾ വല്ല പത്തിരിയിലേക്കോ ഒക്കെ ഉണ്ടാക്കുക. എൻ്റെ നാട്ടിൽ ഇതിനെന്താ പറയാ? ഇവിടെ ഇതിന് വെള്ളപ്പയർ എന്നാ പറയാ അല്ലേ? നമ്മളെ നാട്ടിൽ വൺപയർ എന്നാ പറയാ. ഇവിടെ ഇതൊക്കെ പറയുന്നുണ്ട്. മാവേലി പോയാൽ ചില പെണ്ണുങ്ങൾ പറഞ്ഞാൽ വൺപയർ പറയും. ആ പയർ എന്താ വെച്ചാൽ ഞാൻ ശ്രദ്ധിക്കും. അപ്പൊ ആ തൂക്കി കൊടുക്കുന്ന ആൾക്കാരോട് ഞാൻ ശ്രദ്ധിച്ചാൽ അപ്പൊ ഇതായിരിക്കും തൂക്കി കൊടുക്കണം വെള്ളപ്പയർ. കൊള്ളു പറഞ്ഞെന്താ? പൂളെ കൊള്ളു മുതിര. ഒരു അതിശയണ്ടായിട്ടോ. ഞാൻ വേറൊരു സാധനം വാങ്ങാൻ പോയിട്ട് കുട്ടികളെന്തോ വാങ്ങാൻ പോയില്ലേ, മുത്താറ്. ഞാന് മുത്താറ് എന്ത് സാധനം ഇവിടെ കിട്ടും. കുഞ്ഞാമ്മിന്റെ കടയിൽ വരെ മുത്താറുണ്ട്. ഞാന് പാലക്കാട് പോയിട്ടേ ഓലിന്റെ പിടിക്ക് പറഞ്ഞയക്കുമ്പോ പറയും ഒരു 1/4 കിലോ കൊള്ളു വാങ്ങിട്ടോ പറയും. പാലക്കാട് ഭാഷയാണ്. പാലക്കാട് ഭാഷ കൊള്ളുത്. ഞാൻ ഈ കൊള്ളു എന്തായിരിക്കും കൊള്ളു വെച്ചിട്ട് എന്റെ മൂത്തച്ഛനോട് പറഞ്ഞു, കൊള്ളു പറഞ്ഞ മുതിരയാണ് നമ്മുടെ രാജ്യത്തേക്ക് പറഞ്ഞു. ഉണ്ണിത്തണ്ടില്. ഉണ്ണിത്തണ്ടിന് ഞങ്ങൾ എന്താ പറയാറോ? ഇണ്ണിത്തട്ട. ഉണ്ണിത്തട്ട നമ്മളെ വിലങ്ങാടിയിലുണ്ട്. ഉണ്ണിത്തണ്ട് വേണമെങ്കിൽ അവിടെ പൊന്നേട്ടന്റെ വളപ്പിലുണ്ട്. ഉണ്ണിത്തണ്ടും മുതിരി, പിന്നെ ചേമ്പും തണ്ടും മുതിരി. അപ്പൊ നാടൻ വിഭവങ്ങൾ വേണമെന്നില്ലല്ലോ ഒന്ന് കമന്റ് ചെയ്യണ്ടിട്ട്. ഇടയ്ക്ക് നമ്മൾ ഉമ്മാനെ ഇതിൽ ആഡ് ചെയ്തിട്ട് അങ്ങനത്തെ വിഭവങ്ങളും നിങ്ങൾക്ക് ഷെയർ ചെയ്യും. കൂട്ടത്തിൽ എനിക്കും പഠിക്കാം. കറുവത്തിങ്ങയും പൂളക്കേങ്ങും ചേമ്പും തണ്ടും കുക്കറിൽ വെച്ചിട്ട് 3 വിസിലാ. വെള്ളപ്പയർ വന്നോ വെയിൽ വലുതെടുക്കട്ടെ, കജ്ജ് കൊള്ളു. എന്താ നോക്കിയേക്കാം. കണ്ടോ ഇത് കണ്ട പൊള്ളച്ച് വന്നിക്കണ നോക്ക്. ഇതാണ് എണ്ണയുടെ പവറ്. കണ്ടിട്ട് തന്നെ വന്നിക്കണു. എണ്ണ വന്നിക്കണു. എണ്ണ വെച്ചാൽ എളുപ്പം വേവുപോയി. എണ്ണ വാർന്നാലേ എണ്ണ വരാതിരുന്ന ബലം ഇങ്ങനെ അങ്ങനെ കടക്കും. ഇടല്ലേ
അയക്കന്നെ ഒക്കെ ആയി തന്നെ അത് പുളിയൊക്കെ ഒക്കെ പീഞ്ഞിക്കും പണിയൊന്നും ഇല്ല അങ്ങനെ പറഞ്ഞോട് വരട്ടോ. ഇനി അതുകളൊക്കെ ഇട്. മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഒക്കെ ഒപ്പടാ, വെവ്വേറെ വേണമെന്നില്ല. ഇനി ആദ്യം നമ്മൾ പുളി വാർന്നു. ഇനി നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയാണ് അതിന് തോന വേണ്ടത്. പിന്നെ നമ്മൾ പച്ചമുളക്, പിന്നെ ഇതാ തക്കാളി ഉണ്ട്. ഒക്കെ ഒപ്പം തന്നെ ഇടുക കേട്ടോ, ഒക്കെ വെവ്വേറെ. എന്താ വെച്ചാൽ ഇതിങ്ങനെ ഇതാകുകയല്ലോ. പിന്നെ ചെറിയ ഉള്ളി. ഇനി ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക. ഇനി ഇങ്ങോട്ട് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ എടുക്കും. ഇത് ഇത്ര പണിയുള്ളൂ. ഇതാ ഇത് എത്ര സ്പൂണാ? 2 സ്പൂൺ. 2 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 സ്പൂൺ മല്ലിപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഇനി ഇതിലെന്താ ഒന്നും ഇടാൻ മറന്നുക്കുമല്ലോ? ഉപ്പ്. ഓർമ്മ ഉണ്ടല്ലേ? ക്വസ്റ്റ്യനൊക്കെ ഉണ്ട് ഇവിടെ. ഇനി ഉപ്പൊരു 2 സ്പൂൺ ഇട്ടോ. എന്താ വെച്ചാൽ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇടാം. മതി ഇല്ലെങ്കിൽ ഇടാം. നോക്കട്ടെ കേട്ടോ. എന്താ വെച്ചാൽ ആ ഉപ്പില്ല പറഞ്ഞ ഇട്ടാ പിന്നെ അധികമാവും. ചകരം കൂടി ഇടും. മതി. അപ്പോൾ ഉപ്പൊക്കെ നിങ്ങളെ പാകം അനുസരിച്ച് നിങ്ങൾ ഇടുക. അതെ, ചിലർക്ക് ഷുഗർ അല്ല പ്രഷർ കാരണം നല്ല ഉപ്പ് വേണ്ടി വരും. ഉപ്പിന് നല്ല ഉപ്പ് വേണ്ട. സൂപ്പർ. അപ്പം തന്നെ നോക്ക്, തിളച്ചിട്ടും കൂടി ഇല്ല. ഇതാണ് നമ്മുടെ എക്സ്പീരിയൻസ്. ഷൂഫിന് വർത്താനം പറയാൻ തൊള്ള അങ്ങനെ നാളെ കിരി പറയുന്നു. നടക്കട്ടെ. ഇത്ര ഉള്ളൂ പണി. ഇനി ഇത് എത്ര വിസിലാ? ഇനി ഇത് ആണെങ്കിൽ 2 വിസിൽ എന്തൊക്കെ വന്നിക്കണു. അപ്പോൾ പിന്നെ അത് എന്നിട്ട് 3 വിസിൽ അത് വേകാനേ. ഇത് 2 വിസിൽ മതി. ഇതൊക്കെ ആക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ 2 വിസിൽ. തക്കാളി ഇതൊക്കെ വേകണ്ടേ? അത്രേ ഉള്ളൂ, കഴിഞ്ഞു പണി. ഇത് സിമ്പിൾ. അപ്പൊ നിങ്ങൾക്ക് ഉച്ചക്കൊക്കെ വേണമെങ്കിൽ എന്താ വെച്ചാൽ തേങ്ങ അരക്കണ്ട. ഒരു ഉണക്കൽമീൻ പൊരിച്ചത്. അതെ, ഇതൊക്കെ ഉണക്കമീനോ അല്ലെങ്കിൽ മുളക് ഇത് മറ്റേ ഉണക്കമുളക് സംബന്ധി ഇല്ലേ, അത് നല്ല രസമുണ്ടാവും. അത് നല്ല രസമായിരിക്കും. ആ റെസിപ്പീസ് ഒക്കെ ഞങ്ങൾ വരും, ചമ്മന്തികളുടെ ഒക്കെ പലവിധ. ഞങ്ങളെ ബിരിയാണി നെയ്ച്ചോറൊന്നല്ല, ഞങ്ങളങ്ങനെ പടുകൂട്ടാങ്ങളാണ്. ഇത് പടുകൂട്ടാന്നാ പറയാ. പണ്ടത്തെ കൂട്ടാങ്ങൾക്കാണ് പടുകൂട്ട. ചേമ്പും തണ്ട്, തള്ളമല്ലൊട്ടി ചേമ്പ്, കറുവത്തുങ്ങ ഒക്കെ ഞങ്ങളിങ്ങനെ വരും. ഇവിടെ നിന്ന് കറുവത്തുങ്ങടെ കാണാനല്ലേ. ഇനി വായക്ക പച്ച വായക്കൊന്നും പഞ്ചല്ല. അത് മുതോത്ത് പാള വെച്ച് കൊണ്ടുവരും നാട്ടുകാരെയൊക്കെ നടിയിട്ടിട്ട്. എക്സ്പീരിയൻസ് ഇതാണ് നമ്മുടെ കൂട്ടാൻ. ഇതൊക്കെ 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് പണി കഴിയും. എന്നുവെച്ചാൽ കടല നല്ല മൊന്തുക്കണു. അല്ല കടലയില്ല, പയറ്. ഇത്രയേ ഉള്ളൂ പണി. കുറച്ച് പച്ച വെളിച്ചെണ്ണയും പറഞ്ഞ് എന്തായി മറ്റേ തേങ്ങ അരക്കണം. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അതെ, ഇതാണ് ഇതിൻ്റെ രസം. ഞാൻ നോക്കിയാൽ കാണി. ഉപ്പില്ലെങ്കിൽ ഉപ്പിടാം. പപ്പുണ്ട് നോക്കണ്ടോ? ഉപ്പില്ല കേട്ടോ. ഉപ്പില്ലേ? ഉപ്പില്ല. എത്ര വേണ്ടി വരുമാ? ചോറുന്നാറുമ്പോഴത്തേനൊക്കെ ജോയിൻ്റ് ആവും. ഇപ്പോൾ സമയം 11 മണിയോ 10 മണിയോ. അടിപൊളി. എന്നാ എൻ്റെ കൂട്ടാനല്ലേ, തിന്നോ. ഇതെന്താ ഇത് കജ്ജാട്ട് പോലെ കാട്ടുന്നത്? ഇല്ലെങ്കിലും ഉണ്ട് പറഞ്ഞ
എനിക്കറിയല്ലേ എന്തോ ഒക്കെ പറഞ്ഞു വരൂ. രസമുണ്ട്. ഒരു പപ്പടം, ഒരു ഉണക്കമുളക് ചുട്ട സമ്മന്തി ഇട്ട, പിന്നെ ആണെങ്കിൽ ഒരു നല്ല 2 ഉണക്കമീനും ഉണ്ടെങ്കിൽ സൂപ്പറായി. അടിപൊളിയാണ്. ഇത് നമ്മുടെ ഇവിടെ വെക്കൂല കേട്ടോ, നമ്മുടെ ഈ കേരളത്തിൽ വെക്കൂല. അല്ല, അപ്പൊ ഇത് ഇന്ത്യയിലാണ് നമ്മൾ കൂടുതൽ കണ്ടുവരുന്നത്. കേരളത്തിലെ പാലക്കാട് വെക്കൂല. പാലക്കാടാണ് വെക്കുക. കേരളത്തിൽ ഈ കറി ഉണ്ടാക്കുന്നതല്ല. അതെ, ഉണ്ടാക്കുന്നതല്ല. വേറെ എൻ്റെ ഫോൺ അടിച്ചിട്ടുണ്ട്. കേരളക്കാരത് വെക്കുള്ളൂ എന്ന് പറഞ്ഞത്. പാലക്കാട്ടേര് വെക്കൂ, പാലക്കാട്ടേരാ വെക്കല്ലേ, കേരളക്കാര് വെക്കൂലെന്ന് പറഞ്ഞത്. അതാണ്. അപ്പൊ ഈ കറിന്റെ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ ഇത് പാലക്കാട്ടുകാരാണ് കേസ് വെക്കുക, കേരളക്കാര് വെക്കുക എന്നാണ് ഉമ്മ പറയണത്. അപ്പൊ എന്തായാലും ഞങ്ങള് പാലക്കാട്ടേരാട്ടോ. പാലക്കാട് ഒന്നാണ്, കേരളത്തിന്റെ ഉള്ളിൽ പെട്ട സാധനം പാലക്കാട്. ആ, കഞ്ചിക്കോട് വിട്ടാലാണ് തമിഴ്. കഞ്ചിക്കോട് വിട്ടാലല്ലേ തമിഴ്നാട്. പൊള്ളാച്ചി, കഞ്ചിക്കോട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഉണ്ട്, എല്ലാവരും കുറെ ചിരിച്ചു എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഈ കറി നിങ്ങളെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് ഒക്കെ ഞങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ അറിയിക്കുക. ഇനി നല്ല നല്ല റെസിപ്പീസും വ്ളോഗ്സും കൊതിയപ്പെടരുത്, അതാ നിങ്ങൾക്ക് കുറേ തരാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബൈ.